നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാർ രണ്ടും ഒന്ന് ചെയ്യണേ, എന്നാലും മാത്രമേ നമ്മളെ ചാനൽ ഗ്രോത്ത് ആവുള്ളൂ. എപ്പോൾ ഞാൻ പറയുന്നതല്ലേ, പിന്നെ എന്താ നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടിട്ട് പോയി കൂടെ നിങ്ങൾക്ക്, പ്ലീസ്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ മധുരക്ക് ഒരു കല്യാണത്തിന് പോകുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എപ്പോൾ വരുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് വരുന്നേരം കണ്ടിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മറക്കാണ്ട് കമൻറ്റും കൂടി ചെയ്യണം. അപ്പോൾ അധികം ഒന്നും പറയണ്ട, ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കും. ആ ഒരു കല്യാണം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൾ വന്നത് അവളെ അമ്മേനെ കാണാനായിരിക്കും. കാരണം എന്നാൽ അവളെ അമ്മേൻ്റെ അവസ്ഥ ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. ഇവളെ പരിധിയിൽ നമ്മളെ ചെക്കനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ഇതേ ടൈമായിരിക്കും ഡോക്ടർ ആണെങ്കിൽ അമ്മേൻ്റെ കണ്ടീഷൻ പറയുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും, എന്നെ എത്ര പൈസ വേണമെങ്കിലും പേ ചെയ്യുക, എങ്ങനെയെങ്കിലും എൻ്റെ അമ്മേനെ ഒരിക്കലും രക്ഷപ്പെടുത്തു എന്ന് ചോദിക്കുക. അതേ ടൈമും ഡോക്ടർ ആണെങ്കിൽ പറയും, നിന്റെ അമ്മേൻ്റെ കണ്ടീഷൻ നിനക്ക് നല്ലോണം അറിയാം, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഓപ്പറേഷൻ പോസിബിൾ അല്ല എന്ന് പറയും. അത് മാത്രമല്ല, ആ ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിലുള്ള ഒരു എക്യുപ്മെന്റും മീൻസ് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റും ഇവിടെ ഇല്ല എന്നൊന്നും കൂടി പറയേ. ഇതും കൂടി കേൾക്കുമ്പോൾ അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അവനാണെങ്കിൽ പറയും, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതോ ഒരു ഡോക്ടർ ആയിരിക്കും. ആ ഒരു ഡോക്ടറെ ആണെങ്കിൽ ഹെലികോപ്റ്ററെല്ലാം വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. ഞാൻ അമ്മേനെ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നേരം ഇവർ രണ്ടാളും പുറത്തിരിക്കും. അവളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും. അവളെ മാനസികാവസ്ഥ നമുക്ക് അറിയാലോ, അവൾക്കൊരു അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതേ ടൈം അവനാണെങ്കിൽ പറയുന്നുണ്ട്, നിനക്കിങ്ങനെ കരയണമെങ്കിൽ നീ കരഞ്ഞോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയേ. കുറേ അവൾ പിടിച്ചു വെക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാണ്ട് അവൾ കരഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. അവനും ആണെങ്കിൽ ഒരു കുഞ്ഞ് വാവനെ നോക്കുന്ന മാതിരി, നീ കരഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിലത്തെ ഒരു സപ്പോർട്ട് കൊടുക്കൂലേ, ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ അമ്മേനെ കൊണ്ട് പറയുന്നുണ്ട്, അവർക്ക് നിനക്കൊരു കാര്യം അറിയാം, എത്ര വർഷമായി എൻ്റെ അമ്മയാണെങ്കിൽ ഒരു കല്ല് പോലെ കിടന്നുകൊണ്ട് നിൽക്കുന്നതാണ്, അമ്മക്ക് എന്ത് ഫീലിങ്സാണ് ഇപ്പോൾ ഉള്ളതെന്ന് വരെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ പറയും, നിനക്ക് ആ ഒരു സംഭവത്തിനെ കൊണ്ട് ഇപ്പം സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാം, ഞാൻ അത് കേൾക്കാൻ ഓക്കെ ആണെന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പറയും. എന്നാൽ നമ്മളെ അമ്മേൻ്റെ കാര്യമില്ലേ, അതായത് ഇവളിങ്ങനെ വീട്ടിലിരിക്കുന്ന ടൈമായിരിക്കും അമ്മക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞില്ല ഒരു കോള് വരുന്നുണ്ടാവുക. ഏതെങ്കിലും ഒരു അഡൽറ്റിന് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അവർക്ക്. പക്ഷേ ഇവളെ നോക്കാൻ ആരും ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു ടൈം. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്കായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇവളെ അമ്മേനെ അടിച്ച ആ ഒരു ഡ്രൈവറില്ലേ, അയാൾ കുടിച്ചത് കൊണ്ട് തന്നെ വേറെ ഒരു കാര്യം ഇവർക്ക് കിട്ടിയിട്ടും ഉണ്ടാവില്ല. പിന്നെ ആയിരിക്കും നമ്മളെ കണ്ണടേൻ്റെ അമ്മ ഇവളെ കണ്ടുപിടിച്ചിട്ട് ഇവളെ വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവുക. കണ്ണടേൻ്റെ അമ്മയാണെങ്കിൽ ഇവളെ അമ്മേൻ്റെ ഫ്രണ്ട് ആയിരിക്കും. അങ്ങനെയായിരിക്കും ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവുന്നുണ്ടാവുക. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ പെണ്ണ് ചെക്കനോട് പറയുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, ഇത്ര കാലം എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, ഇപ്പം എനിക്കത് പറയാനുള്ള ഒരു അവസരം കിട്ടി, അല്ലാണ്ട് ഞാൻ നിൻ്റെ അടുത്തുനിന്ന് മറച്ചു വെക്കണമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന് പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും, എനിക്ക് നിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും, നീ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവൂന്ന് പറയേ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. ഇവരാണെങ്കിൽ അമ്മേനെ കൊണ്ട് ചോദിക്കുന്നവരും ഡോക്ടർ ആണെങ്കിൽ പറയും, സർജറി സക്സസ്ഫുൾ ആണ്, പക്ഷെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയേണ്ടിയിട്ട് നിൻ്റെ അമ്മ എണീക്കണം, അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയേ. പക്ഷെങ്കിൽ സർജറി സക്സസ്ഫുൾ ആണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് സമാധാനമാവുന്നുണ്ടോ. നമ്മളെ ചെക്കനാണെങ്കിൽ ഈ ഒരു ഡോക്ടറെ കാണാൻ പോകും. ഈ ഒരു ഡോക്ടറെ കാണുന്നത് നമ്മളെ ചെക്കൻ ക്യുന്നാന്നുള്ള കാര്യം അറിയായിരിക്കെ. എന്നിട്ട് ഇവനോട് ഇവിടെ എന്താ പരിപാടി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരും നമ്മളെ ക്യുന്നെ വിട്ടിട്ടൊന്നും പറയുന്നുണ്ടാവില്ല. ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുത്തെ പറഞ്ഞു വിടുന്നുണ്ടാവും. ഈ ടൈമിൽ ലിന്നാണെങ്കിൽ ഒരു ഫയലും എടുത്തിട്ട് വരുന്നുണ്ടാവും. ഒരിക്കലും നമ്മളെ അമ്മേൻ്റെ ഫയലായിരിക്കും. ചെക്കനാണെങ്കിൽ ആ ഒരു ഫയൽ നോക്കുന്നവരോ അമ്മക്ക് ആക്സിഡന്റ് നടന്ന ആ ഒരു ദിവസവും ടൈമിലായിരിക്കും ജിക്ക് ആക്സിഡന്റ് നടന്നിട്ടുണ്ടാവും. ജിക്ക് ആക്സിഡന്റ് അല്ല, ആ ഒരു മരണമില്ലേ, ആ ഒരു മരണം നടന്നിട്ടുണ്ടാവും സെയിം ടൈമിൽ. ഈ ഒരു കാര്യം ഇവർ ഇപ്പം ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. അവർക്ക് രണ്ടാക്കും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരിക്കും. ഇനി എന്നാ ഇതെന്തെങ്കിലും കോയിൻസിഡൻസ് ആണോ അല്ലെങ്കിൽ ശരിക്കും ആരെങ്കിലും കരുതി കൂട്ടി ചെയ്തതാണോ ഒന്നും അറിയില്ല. ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇവരുണ്ടാവും. നമ്മളെ ലിന്നാണെങ്കിൽ പറയും, നീ പേടിക്കണ്ട, നീ സമാധാനത്തിൽ നിൽക്ക്, ഞാൻ ഈ ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളൂ എന്ന് പറയും. നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തിയതിനു ശേഷം അവളെ ഫോണ് നോക്കുന്നവരായിരിക്കും അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക, ഇന്നലെ ഇവൾ ഇറങ്ങി ഓടിയിട്ടില്ലേ, അതിൻ്റെ പേരിൽ ഒരുപാട് ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് മാത്രമല്ല, നമ്മുടെ ചെക്കൻ്റെ കമ്പനിയില്ലേ, ആ ഒരു കമ്പനിക്കാണെങ്കിൽ വൻ തോതിലൊക്കെ ലോസും ഉണ്ടായിട്ടുണ്ട് അവർക്ക്. ഇതൊക്കെ കാണുമ്പോൾ ഇവക്ക് ഇവളെ കൊണ്ടാണല്ലോ എന്നുള്ള ഒരു കുറ്റബോധമില്ല, ആ ഒരു സംഭവം ഉണ്ടാവും. അച്ഛൻ്റെ അടുത്ത് നോക്കുന്നതാണെങ്കിൽ അവിടെയും ഭയങ്കര കുലുമാലായിട്ടുണ്ടാവും. അവർക്ക് തച്ച് മരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. എന്നാലും അത്രക്കൊന്നും എത്തുന്നുണ്ടാവില്ല. അച്ഛനും മാമനും കൂടിയിട്ട് നമ്മളെ ചെക്കനെ നല്ലോണം ചീത്ത പറയുന്നുണ്ടാവും. അവർക്ക് എനിക്ക് ഇന്നലത്തെ സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി വിട്ടിട്ട് പോയിക്കൊന്നും കൂടി പറയുന്നുണ്ട് അവർക്ക്. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഒരു ട്രിക്ക് എടുക്കും. ഈ ഒരു അച്ഛനാണെങ്കിൽ ഏതോ ഒരു കമ്പനിയായിട്ട് ഒരു കോൺട്രാക്ട് വെക്കാൻ നിൽക്കുന്നുണ്ട് അവർക്ക്. പക്ഷെ അത് കുറച്ച്
കുറച്ച് കഷ്ടമായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ആ ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. ഇൻ കേസ് ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു കമ്പനി വിട്ടിട്ട് തന്നെ പോകാം. ഇൻ കേസ് ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് എന്നെ മാറ്റണമെന്ന് പറയേ. ഈ ഒരു സംഭവം കുറച്ച് ട്രിക്കാണ്. ട്രിക്ക് മാത്രമല്ല കുറച്ച് റിസ്കിയും കൂടിയാണ്. അതുകൊണ്ട് നമ്മളെ അച്ഛനാണെങ്കിൽ നീ ഒന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ചെക്കനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കുന്നുണ്ടാവും. ഇതിവിടെ നടക്കുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ കൊണ്ടാ നമ്മളെ ചെക്കൻ ഇത്രക്കാരം കുഴപ്പങ്ങൾ വന്നതെന്ന് വിചാരിച്ചിട്ട് ഒരു ലൈവ് പോകുന്നുണ്ട് അവർക്ക്. ഈ ഒരു സിറ്റുവേഷനിൽ അവൾ ലൈവിൽ വരുന്നത് ഞാൻ പറയണ്ടല്ലോ മൊത്തം നെഗറ്റീവ് കമന്റ് ആയിരിക്കും. ഇവക്ക് മാത്രമായിരിക്കില്ല നമ്മളെ ക്യുന്നിനെ കൊണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നുണ്ടാവും. ഒരു മനുഷ്യൻ ശരാശരി കുറച്ചെങ്കിലും ക്ഷമിക്കും. ഇവളും ആണെങ്കിൽ കുറച്ച് ക്ഷമിച്ചിട്ട് സമാധാനത്തിൽ മറുപടി പറഞ്ഞിട്ട് ആ ഒരു ലൈവ് കട്ടാക്കാൻ നിൽക്കുന്ന ടൈമായിരിക്കും. കമന്റ്സ് ആണെങ്കിൽ ഭയങ്കര മോശമായിട്ട് വരുന്നുണ്ടാവും. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും സഹിക്കൂലല്ലോ. അപ്പൊ ഈ ഒരു ലൈവ് ആണെങ്കിൽ നമ്മളെ ക്യുന്ന് കാണുന്നുണ്ടാവും. അവർക്ക് ഈ ഒരു കമന്റ് ഒക്കെ കണ്ടിട്ട് ക്യുന്ന് നേരെ മേലോട്ടേക്ക് വരും. ഈ ഒരു കാര്യം നമ്മളെ പെണ്ണ് അറിയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ ഈ ഒരു കമന്റ്സ് ഒക്കെ കണ്ടിട്ട് അവളെ ക്ഷമ നഷ്ടപ്പെട്ടിട്ട് അവളാണെങ്കിൽ തിരിച്ച് നല്ലോണം ചീത്ത പറയുന്നുണ്ട്. അവർക്ക് ചീത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് വേർഡ്സ് ആയിട്ടുണ്ടാവില്ല, നമ്മളെ ദേഷ്യ സങ്കടം ഉണ്ടാവില്ലേ, അതിങ്ങനെ പറഞ്ഞു തീർക്കുന്നുണ്ടാവും. അത് മാത്രമല്ല അവളാണെങ്കിൽ ആ ഒരു ഓഡിയൻസിനോട് പറയും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ എന്നെയും ക്യുന്നിനെയും വെച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷേങ്കിൽ എൻ്റെ ബാഡ് ആയാലും ഗുഡ് ആയാലും ഏതൊരു പ്രശ്നം വന്നാലും എൻ്റെ കൂടെ ആകെ ഉണ്ടായത് ആ ഒരു ക്യുന്നാണ്. ഈ പറയുന്ന നിങ്ങൾ ആരും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല, നിങ്ങളൊക്കെ നെഗറ്റീവ് പറയാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് നമ്മളെ ക്യുന്നിനെ കൊണ്ട് പൊക്കി 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 പറയുന്നത് നമ്മളെ ക്യുന്ന് തന്നെ കേൾക്കെ. അവനായ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും തിങ്കാക്കായിട്ട് നേരെ നമ്മളെ സോങ്ങിൻ്റെ അടുത്ത് വരും. സോങ് ആണെങ്കിൽ ഇവനെ കണ്ടപാടെ ആ ഒരു ലൈവ് കട്ടാക്കാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു ലൈവ് കട്ടായിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യം അവള് കണ്ടിട്ടുണ്ടാവില്ലേ. ഇവനാണെങ്കിൽ ഇന്നലെ ഇവക്ക് റിങ് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നായിട്ട് റിങ് ഇട്ട് കൊടുക്കും. ഈ ഒരു റിങ് ഇട്ട് കൊടുക്കുമ്പോൾ കമന്റ് ആണെങ്കിൽ മൊത്തം ഇങ്ങനെ വന്നോട് നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ ഹൗ റൊമാൻറ്റിക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് റിങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കണ്ടേ. ഇവനാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ നോക്കുന്നുണ്ടാവും. അവർക്ക് ഈ ഒരു ലൈവ് ആണെങ്കിൽ നമ്മളെ ജിയാങ്ങും ലിന്നും കാണുന്നുണ്ടാവുമായിരിക്കും. ലിന്നാണെങ്കിൽ അവർ ഉമ്മ കൊടുക്കാൻ നോക്കുന്നേരം ആ ഒരു ഫോൺ എടുക്കുന്നുണ്ട്. അവർക്ക് നമ്മളെ ജിയാങ് വിചാരിക്കും ലിന്നിനാണെങ്കിൽ നമ്മളെ ക്യുന്നിനെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ബാഡ് കമന്റ് ഇടാനായിരിക്കും വിചാരിക്കുന്നുണ്ടാവും. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതുപോലത്തെ റോക്കറ്റ് ആയിരിക്കും വിടുന്നുണ്ടാവും. എന്തിനാകുമ്പോൾ വിടുന്നത്? ഇവര് മാത്രമല്ല നമ്മളെ ഷെങ് ചെക്കനും കാണുന്നുണ്ടാവും. അവന്റെ ഹൃദയം തകിടം മറിഞ്ഞു പോകുന്നുണ്ടാവും. പാവം നമ്മളെ ഷെങ്, അവനെ കൊണ്ട് എനിക്കൊന്നും പറയാനില്ല. അവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഫോണെല്ലാം ചാടുന്നുണ്ടാവും. അതിന്റെ അടുക്ക് അവനാണെങ്കിൽ പറയൂ സോങ് നിനക്ക് ഇവനെ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ നിന്റെ കണ്ണടയാണെന്ന് പറയും. മീൻസ് നമ്മളിങ്ങനെ ചിമ്മൂലേ, അതേ ടൈം അവള് ചിമ്മുന്നുണ്ടാവും. അവനാണെങ്കിൽ പറയും നിനക്ക് അവനെ ഇഷ്ടമല്ലല്ലേ, അവൻ നിന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു കല്യാണം കഴിപ്പിക്കുന്നല്ലേ, നീ പേടിക്കണ്ട, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒറ്റക്ക് എന്തെല്ലോ പറയുന്നുണ്ടാവും. ഇവന്റെ കഥ എനിക്കൊന്നും പറയാനില്ല. ജിങ്കിയും കാണുന്നുണ്ടാവും. അവർക്ക് ഇത് കണ്ട് സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ അതേ ടൈം നമ്മളെ പിള്ളേർ രണ്ടാളും ഉമ്മ വെക്കാ നിൽക്കുന്നവരായിരിക്കും. അവളെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക. എന്നേരായിരിക്കും നമ്മളെ പെണ്ണ് ലൈവ് പോകുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അത് ഓഫ് ആക്കുന്നുണ്ടാവുക. അത്ര നേരമായിട്ടും അവർ ഉമ്മ വെച്ചിട്ടില്ലേ, ഉമ്മ വെക്കാൻ ട്രൈ ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ചെക്കനും പെണ്ണും ആണെങ്കിൽ ഓരോ കമന്റ് വായിച്ചിട്ട് അതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. ഇതേ ടൈം ആയിരിക്കും ജിങ്കിന്റെ കയ്യിൽ നിന്ന് നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടാവുക. അവളാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ഇപ്പൊ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണും ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ടാക്കും. എന്നിട്ട് നമ്മളെ ക്യുന്നിനോട് നീയും കൂടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ടാവും. കാരണം ജിങ്കിയല്ലേ, ആരെങ്കിലും വിട്ടിട്ട് അടിപ്പിക്കുമെന്ന് വരെ അറിയില്ല. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറയുന്നുണ്ടാവുക. അങ്ങനെ ഇവർ രണ്ടാളും കൂടിയിട്ടാണെങ്കിൽ ഒരു കോഫി ഷോപ്പിലായിരിക്കും പോകുന്നുണ്ടാവുക. ക്യുന്ന് വന്ന കാര്യം ജിങ്കിക്ക് അറിയുന്നുണ്ടാവില്ല. ക്യുന്ന് ഇതുപോലെ ആയിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. ആർക്കും മനസ്സിലാവില്ലല്ലോ. വന്ന വാർഡ് തന്നെ സ്ഥിരം പുരാണായിരിക്കെ. അതായത് നമ്മളെ ക്യുന്നിനെ വിട്ടിട്ട് പോകണം, ഇതിങ്ങനെ 5 മില്യൺ ഉണ്ട്, ഇത് വേണമെങ്കിൽ നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ പറയുന്നുണ്ടാവും. അത് മാത്രമല്ല നിനക്ക് ക്യുന്നിനെ കൊണ്ട് ഒന്നും അറിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരു ചെക്കെല്ലാം എടുത്തിട്ട് അതൊരു 10 മില്യൺ എഴുതിയിട്ട് അവൾക്ക് കൊടുത്തിട്ടാണെങ്കിൽ പറയും അവൻ എൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് നീ ഇങ്ങനെ മാറി നടക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അത് മാത്രമല്ല അവനെ ഞാൻ ഒരിക്കലും വിട്ടിട്ട് പോകാൻ തയ്യാറല്ല, എന്നെ കൊണ്ട് എന്തെല്ലാന്നോ അവൻ അറിയുന്നത്, അത് മാത്രമേ നിനക്കും അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജിങ്കിനെ മാക്സിമം ഊക്കി വിടുന്നുണ്ടാവും. നമ്മളെ ജിങ്കിയും ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ജിങ്കി പോയ പാടി ഇവളാണെങ്കിൽ ആ ഒരു 10 മില്യന്റെ ചെക്ക് എടുക്കുന്നുണ്ടാവും. മൂപ്പറാണെങ്കിൽ കുറച്ച് സ്റ്റൈലിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്യുന്നിന്റെ ചെക്ക് എടുത്തിട്ട് വന്നതായിരിക്കും. അതാറ്റും ജിങ്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവളെ കയ്യിൽ കൊടുക്കാൻ വരെ പൈസ ഉണ്ടാവില്ല, വെറുതെ ട്രിക്ക് അടക്കിയതായിരിക്കും നമ്മളെ വെണ്ണാര മോള്. നമ്മൾ കാണുന്നത് നമ്മളെ ഷെന്നിനെ ആയിരിക്കും. അവൾ
അവളാണെങ്കിൽ വേസ്റ്റ് ആറ്റം പുറത്ത് ചാടാൻ വരുന്നേരായിരിക്കും അവൾ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ടാവുക. സംഭവം എന്നാ അവൾക്ക് ഇഷ്ടമുള്ളൊരു ഐഡിയോളിനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവനാണെങ്കിൽ ഇവളെ മുന്നിൽ വന്നിട്ട് നിന്നിട്ടുണ്ടാവും. ഇവക്കൊന്നും തിരിയുന്നുണ്ടാവില്ല. ഇവൾ അന്തം വിട്ട കുന്തം പോലെ അവനെ തന്നെ നോക്കുന്നുണ്ടാവും. ഉയ്യൻ്റെ പയ്യൻ്റെ മുഖം നോക്കിയാൽ ഭയങ്കര എക്സൈറ്റ്മെന്റും എല്ലാം എന്താ പറയുക എല്ലാം വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ലേ, അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതേ ടൈമായിരിക്കും നമ്മളെ ഷെങ് അങ്ങോട്ടേക്ക് വീഴുന്നുണ്ടാവുക. ഇത് മൊത്തം ഷെങ്ങിന്റെ ട്രിക്ക് ആയിരിക്കും. കാരണം നമ്മൾ ഷെന്നിനെ യൂസ് ചെയ്തിട്ട് സോങ്ങിന്റെ അടുത്തേക്ക് പോകാന്നുള്ളൊരു തിങ്ക് ആയിരിക്കും ഷെങ്ങിന് ഉണ്ടാവുക. അതുകൊണ്ട് ഇവക്ക് ഇഷ്ടമുള്ള ഐഡിയോളിനെ വെച്ചിട്ട് ഇവക്ക് ഇട്ടിട്ട് തന്നെ ഒരു ട്രിക്ക് കൊടുത്തതായിരിക്കും. അങ്ങനെ ആ ഒരു ഐഡിയോൾ ആണെങ്കിൽ പാട്ടെല്ലാം പാടിയിട്ട് അവിടുന്ന് പോവുകയും ആ പോകുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ മുഖം നിങ്ങൾ ഒരിക്കൽ നോക്കി ആ ഒരു എക്സൈറ്റ്മെന്റ് അവർക്ക് മാറിയിട്ടേ ഉണ്ടാവില്ല. നമ്മളെ ഷെങ്ങാണെങ്കിൽ പറയും ഇത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആക്കിയിട്ട് തന്നൊരു സർപ്രൈസ് ആണെന്ന് പറയും. ഇത് കേൾക്കുന്നേരം ഷെന്നാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ടാണെങ്കിൽ പറയും നിനക്കില്ലേ നിനക്ക് എന്ത് ഹെൽപ്പ് വേണം ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഷെങ്ങിനും വേണ്ടത് ഇത് തന്നെയായിരിക്കും. ഇതിന് മാത്രമായിരിക്കൂലേ നമ്മളെ കണ്ണടക്കും അവന് ഇഷ്ടപ്പെട്ട് എന്തെല്ലോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. അവർക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കണ്ണടക്കും ഭയങ്കര ഹാപ്പി ആവുക. പക്ഷേ ഇതിന്റെ പിന്നിലത്തെ ട്രാപ്പിനെ കൊണ്ട് അവർ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. അതേ ടൈമായിരിക്കും ഷെങ് ആണെങ്കിൽ ഇവരെ രണ്ടാളെയും ഇരിപ്പിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവുക. ഷെങ് ആണെങ്കിൽ പറയൂ നിങ്ങളെ സോങ് ആണെങ്കിൽ ആ ഒരു ക്യുന്നിന്റെ വലയിലാന്നുള്ളത്. എനിക്ക് ഉറപ്പാണ് സോങ്ങിന് അവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. ക്യുന്ന് അവളെ ഭയപ്പെടുത്തിയിട്ടാണ് അവിടെ നിർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കലാന്ന് നമ്മളെ കടമാണെന്ന് പറയുക. അതേ ടൈം ഷെന്നാണെങ്കിൽ പറയൂ എല്ലാം അവൾക്ക് ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ഷെങ് അത് വിട്ട് കൊടുക്കുന്നേ ഉണ്ടാവില്ല. ഷെങ് ആണെങ്കിൽ പറയും ഞാൻ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തന്നത് എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നാണോ പറയുന്നത് അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്ന് പറയുകയെ. ഇവർക്ക് വേറൊരു രക്ഷയുണ്ടല്ലോ. കാരണം അവർക്ക് രണ്ടാക്കും അത്ര ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങളായിരിക്കും കൈമിലുണ്ടാവുക. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകും. ഒരു ഫ്രണ്ടിനെ വിട്ടുകൊടുത്താലും അത് അവർ വിട്ടുകൊടുക്കൂല എന്നുള്ളൊരു പ്രതിജ്ഞയിലായിരിക്കും അവരുണ്ടാവുക. എന്ത് ചെയ്യാനാ നമ്മളെ സോങ് ആണെങ്കിൽ പാവം ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളെ പെണ്ണ് അമ്മേൻ്റെ കൂടെ ഇരിക്കുന്നത് നേഴ്സ് ആണെങ്കിൽ അവളോട് പറയുന്നുണ്ട് അവർക്ക് നിന്റെ ക്യുന്നാണെങ്കിൽ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ഹാൻഡ്സ് ആണ്, അതുമാത്രമല്ല അവൻ ഭയങ്കര കൈൻഡും ആണ്. നിന്റെ അമ്മേനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് നിന്നിനെന്ന് പറയേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിനാണെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവില്ലോ. നമ്മളെ സോങ്ങിനും അതേ സന്തോഷം ഉണ്ടോ. അതേ ടൈമായിരിക്കും അവളാണെങ്കിൽ നമ്മളെ ചെക്കൻ ഇങ്ങനെ ഫയർ പേടിയാണെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു സ്റ്റൗ ഇല്ലേ അതാണെങ്കിൽ ഓർഡർ ചെയ്യൂ. നമ്മളെ ചെക്കനാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നേരം പുകയെല്ലാം വരുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് ഫയർ ആണെങ്കിൽ കെടുത്താൻ നോക്കുന്നുണ്ട് ഒരിക്കൽ. അതേ ടൈം അവളാണെങ്കിൽ പറയും നീ പേടിക്കൊന്നും വേണ്ട, നീ കുറേ ദിവസം ഇവിടെ കുക്കൊന്നും ചെയ്യാത്തത്, അത് മാത്രമല്ല ഇവിടെ ഒരു സ്റ്റൗ വരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പുതിയ സ്റ്റൗ ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് രണ്ടൊക്കെ കുക്ക് ചെയ്യേണ്ടിയിട്ടുള്ള സംഭവം ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ അവളാണെങ്കിൽ എക്സ്പേർട്ടിനെ പോലെയൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് കരിഞ്ഞ പോലെ ഉണ്ട് കാണുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് അവളെ കൈ പൊള്ളും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പറയും നീ ഈ ഒരു മരുന്നും പുരട്ടിയിട്ട് ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറയും. അവൾക്കത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടാവില്ല. അവൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക് നിനക്ക് ഇതിനെ കൂടെ എന്തെങ്കിലും അറിയോ എന്ന്. പക്ഷേങ്കിൽ അവനാണെങ്കിൽ പറയും നീ ഇത് കണ്ടാൽ മാത്രം മതി, കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടെന്ന് പറയും. നമ്മളെ ചെക്കൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അവർക്ക്. അത് മാത്രമല്ല നമ്മളെ നാട്ടിലത്തെ കൊഞ്ചില്ലേ, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പറയുക, ആ ഒരു കൊഞ്ചാണെങ്കിൽ ഇവർ ക്ലീൻ വരെ ചെയ്യാണ്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എന്തൊന്നും സംഭവിക്കാത്തത് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യം. കാരണം ഇവരാണെങ്കിൽ ചിക്കൻ പച്ചക്ക് നിന്നുകൊണ്ട് എന്നിട്ടൊന്നും പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ ആരും തിന്നാത്തോണ്ടായിരിക്കല്ലേ, അതെല്ലാം വിടും. അങ്ങനെ അവനാണെങ്കിൽ കിഡിലും പോലെ ഫുഡെല്ലാം കുക്ക് ചെയ്യുന്നുണ്ട് അവർക്ക്. അവളും അവനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവസാനം എല്ലാ ഫുഡിലും ഫുഡിലെന്നാ പറയുന്നത് എല്ലാ ഫുഡും ആണെങ്കിൽ ടേബിളിൽ ഇതുപോലെ അടക്കി ഒതുക്കിയിട്ട് വെക്കുന്നുണ്ട് അവർക്ക്. ഇതൊക്കെ കാണുന്നേരം നമ്മളെ ക്യുന്നിനും ഭയങ്കര ഹാപ്പി ആയിട്ട് അവനാണെങ്കിൽ അവളെ ഫോട്ടോസ് ഇതുപോലെ ഒരുപാട് എടുത്തിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടാവും നമ്മളെ ഡേ എന്ന് പറഞ്ഞിട്ട്. മീൻസ് അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ഒരുപാട് അടുത്തിപ്പോൾ പണ്ടത്തെ പോലെയല്ല, രണ്ടാളും തമ്മിൽ ഇപ്പോൾ ഒരു ബോണ്ട് ഉണ്ട്. ഇതേ ടൈം മൂന്നാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതായിരിക്കും. നമ്മളെ കപ്പ് നൂഡിൽസ് ഇല്ലേ അതായിരിക്കും. നമ്മളെ കണ്ണടക്കും ഷെന്നിനും ആണെങ്കിൽ ഇത് ഭയങ്കര പരിചയമായത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ആക്രാന്തത്തിൽ കഴിക്കുന്നുണ്ടാവും. പക്ഷേ ഷെങ് ആണെങ്കിൽ റിച്ച് ആയത് കൊണ്ട് തന്നെ അവൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കലില്ലേ. അതാണെങ്കിൽ ഫസ്റ്റ് വായിൽ വെക്കുമ്പോൾ എക്സ്പ്രഷൻ ഇതായിരിക്കും. പക്ഷേ തിന്ന് കഴിഞ്ഞിട്ട് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പ് നൂഡിൽസിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവൻ പോസ്റ്റ് ചെയ്യേ. ഇതേ ടൈമായിരിക്കും അവനാണെങ്കിൽ നമ്മളെ ചെക്കിനിട്ട പോസ്റ്റ്
പോസ്റ്റ് കാണുന്നുണ്ടാവുക. അത് കണ്ടപാട് ഷെങ്ങിന് ടെൻഷനായില്ലേ. അവനാണെങ്കിൽ പറയും നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മൾ ഇവിടുന്ന് കപ്പ് നൂഡിൽസ് തിന്നുന്നത്, പക്ഷേങ്കിൽ നമ്മളെ പ്രിൻസസ് ആയിട്ടുള്ള സോങ് അവിടെ നിന്നാണെങ്കിൽ അവൻ്റെ നിർബന്ധപ്രകാരം കുക്ക് ചെയ്തിട്ട് അവന് കൊടുക്കുന്നതാണ്. അവളെ മുഖത്ത് ഒരു തുള്ളി സന്തോഷമുള്ളത്, നമുക്കിത് തടഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടാവും. ഈ ഒരു ഷെങ്ങിൻ്റെ ഒരു കഥ ഒന്നും അറിയാണ്ട് നമ്മളെ പിള്ളേർ രണ്ടാളും അവരുണ്ടാക്കിയ ഒരു ഫുഡ് കഴിക്കാൻ നിൽക്കുന്നതായിരിക്കും. ഇതേ ടൈമായിരിക്കും ഷെന്നെ വിളിച്ചിട്ട് ഒരേ കാലച്ചാൽ നമ്മളെ പെണ്ണിന് എന്നൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവളാണെങ്കിൽ കുഞ്ഞിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവർക്ക് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കണ്ണടയും ഷെന്നും ആണെങ്കിൽ ഇതുപോലൊരു ബെഞ്ചിന്റെ മേലെ കയറി നിന്നിട്ടുണ്ടോ. നോക്കുമ്പോൾ എന്നാ അവിടെ മൊത്തം വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അവർക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എടാ പിള്ളേരെ, ഈ ഒരു വെള്ളം സ്പ്രെഡ് ആയതിനാണോ നീ ഇങ്ങനെ വിളിച്ച് കരഞ്ഞത്? ഞാൻ വിചാരിച്ച ആരെങ്കിലും നിങ്ങളെ കൊല്ലാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് നമുക്ക് പ്ലംബറെ വിളിക്കാമെന്ന് പറയുക. അതേ ടൈമായിരിക്കും അവളാണെങ്കിൽ നമ്മളെ ഷെങ്ങിനെ കാണുന്നുണ്ടാവുക. പക്ഷേങ്കിൽ ഇവരാരും നമ്മളെ ക്യുന്ന് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ക്യുന്നും അതേ ടൈം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവും. ക്യുന്നിനെ കാണുന്ന ടൈം എല്ലാവരും ഷോക്കാവും. ഇതിനെ കണ്ടപാട് പിള്ളേരാണെങ്കിൽ നമ്മളെ സോങ്ങിനെയും വിളിച്ചിട്ട് മേലോട്ടേക്ക് പോകുന്നുണ്ട്. അവർക്ക് അവിടെയാണെങ്കിൽ ഷെന്നും ക്യുന്നും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരാണെങ്കിൽ ഒരു അടീൻ്റെ പുറപ്പാടില്ല തോന്നുന്നു. രണ്ടാളും ഓരോന്ന് പറഞ്ഞിട്ട് തച്ച് മരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മളെ ക്യുന്നാണെങ്കിൽ പറയും നീ എന്ത് ചെയ്താലും സോങ് ആണെങ്കിൽ നിന്റെ അടുത്ത് വരാനേ പോകുന്നില്ല എന്നൊന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഇനി എന്താകും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അത് വരുന്നതിനേയും കാട്ടി മുന്നേ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ചെയ്യണേ. അപ്പോൾ ബൈ.